Magnetic properties of materials. Magnetic properties of materials. ഓരോ മെറ്റീരിയൽസിൻ്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടികൾ ഡിഫറൻ്റ് ആണ്. അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മൂന്നായിട്ട് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, മറ്റൊന്ന് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അടുത്തത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്, സസെപ്റ്റിബിലിറ്റി നമുക്കറിയാം, അതായത് ഈ മെറ്റീരിയൽ മാഗ്നറ്റിസിന് വിധേയമാകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു പാരാമീറ്ററാണ് സസെപ്റ്റിബിലിറ്റി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് കിട്ടുക. ഇതിൻ്റെ വാല്യൂ സ്മോൾ ആണ്, നെഗറ്റീവ് ആണ്. സ്മോൾ നെഗറ്റീവ്. നമ്മുടെ പെർമിബിലിറ്റിയുടെ ടൈം നോക്കിക്കഴിഞ്ഞാലും അതും കാണിക്കുന്നത് സ്മോളും നെഗറ്റീവാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്മോൾ വാല്യൂ ആണ്, പക്ഷെ പോസിറ്റീവ് ആണ്. അതിൻ്റെ പെർമിബിലിറ്റി നോക്കിയാലും സ്മോൾ പോസിറ്റീവ് ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് പോസിറ്റീവ് ആണ്. ലാർജ് പോസിറ്റീവ്. അതിൻ്റെ പെർമിബിലിറ്റി നോക്കിയാലും ലാർജ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് എടുത്ത് പഠിക്കാം.